ഭാരതത്തിന്റെ ആദ്യ സൗരപരിവേഷണ ദൗത്യത്തിന് ഇന്ന് ഒന്നാം പിറന്നാളാണ്. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 2023 സെപ്റ്റംബർ 2-ന് ആദിത്യ L1 ഉപഗ്രഹവുമായി PSLV C-57 റോക്കറ്റ് കുതിച്ചുയർന്നു. 2024 ജനുവരി 6-ന് ആദിത്യ L1 ലഗ്രാഞ്ചിയൻ പോയിന്റ് 1-ലെത്തി. ശാസ്ത്രത്തിന് സൂര്യതിളക്കമേകിയ ദൗത്യത്തിന്റെ ആ നാൾ വഴികളിലൂടെ ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് ഉപഗ്രഹത്തെ എത്തിക്കുകയായിരുന്നു ദൗത്യം. 24 മണിക്കൂറും സൂര്യനെ നിരീക്ഷിക്കാവുന്ന ബഹിരാകാശത്തെ കൗതുകകരമായ ഇടമാണ് L1 പോയിന്റ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് PSLV C-57 റോക്കറ്റിൽ ആദിത്യ L1 കുതിച്ചുയർന്നു. 4 തവണ ഭൂമിയെ വലം വെച്ച് ഭൂമിയിൽ നിന്നും കൂടിയ ദൂരം 1,21,973 കിലോമീറ്ററും കുറഞ്ഞ ദൂരം 286 കിലോമീറ്ററുമായ ഭ്രമണപഥത്തിലെത്തി അതിവേഗത ആർജിച്ചു. സെപ്റ്റംബർ 15-ന് 4-ാം ഭ്രമണപഥത്തിലെത്തിയ ആദിത്യ L1 18-ന് ശാസ്ത്രവിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. സെപ്റ്റംബർ 19-ന് ലാഗ്രാഞ്ചിയൻ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. സെപ്റ്റംബർ 30-ന് ഭൂമിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിൽ നിന്നും പൂർണ്ണമായും ആദിത്യ L1 പുറത്തു കടന്നു. നവംബർ 7-ാം തീയതി നിർണായകമായ കണ്ടുപിടുത്തം ആദിത്യ L1 പൂർത്തീകരിച്ചു. ഉപഗ്രഹത്തിലെ HEL-1 OS സോളാർ ഫ്ലയർ സംബന്ധിച്ച ഹൈ എനർജി എക്സ്റേ ചിത്രങ്ങൾ രേഖപ്പെടുത്തി. ഡിസംബർ 1-നായിരുന്നു ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് അഥവാ ആസ്പെക്സിലെ സോളാർ വിൻഡ് അയോൺ സ്പെക്ട്രോമീറ്റർ പ്രവർത്തനക്ഷമമായത്. ഡിസംബർ 8-ന് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്ന പ്ലാസ്മ പഠന സംവിധാനം പ്രവർത്തനക്ഷമമായി. അന്ന് തന്നെ ദൗത്യത്തിലെ മറ്റൊരു പേലോഡായ സ്യൂട്ട് സൂര്യന്റെ പൂർണ്ണ ചിത്രം പകർത്തി. ജനുവരി 6-ന് ലാഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ ആദിത്യ L1 എത്തി. സൗരകാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന മാഗ്നറ്റോമീറ്റർ പ്രവർത്തനക്ഷമമായതോടെ ആദിത്യ L1 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടവും പൂർത്തിയായി. ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിന് വൻ കുതിപ്പേകിയ ചന്ദ്രയാന് ശേഷം നടന്ന സൗരപരീക്ഷണ വിക്ഷേപണം രാജ്യത്തിന്റെ ശാസ്ത്രനേട്ടങ്ങളുടെ കിരീടത്തിൽ സൂര്യശോഭയോടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമായി മാറി. സയൻസ് ഡെസ്ക്, ജനം.